അങ്ങനെ ഒരു പളനി യാത്ര. നമ്മൾ നേരെ ഓച്ചിറ അമ്പലത്തിൽ വന്നിട്ടാണ് പീലിയൊക്കെ നിറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ നിന്നും, അമ്പലത്തിനകത്തുള്ളൊരു കടയിൽ നിന്ന് തന്നെ പീലിയും മറ്റു സാധനങ്ങളെല്ലാം നിറയ്ക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പീലിയെല്ലാം വാങ്ങി അവിടുത്തെ തിരുമേനിയെ ഏൽപ്പിച്ചു. അപ്പോൾ നമ്മൾ അവിടുന്ന് തന്നെയാണ് കുറച്ച് ഭിക്ഷയൊക്കെ തേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ അടുത്ത ഓച്ചിറ അമ്പലം ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. രാത്രി 10:30 ഇവിടുന്ന് ട്രെയിൻ. അമൃത എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരം മധുരൈ അമൃത എക്സ്പ്രസ് ഡെയിലി റൺ ചെയ്യുന്ന ട്രെയിനാണ്. അപ്പം ഇത് 6:45 പളനിയിൽ എത്തിച്ചേരുന്നത്. ഇന്നെന്തോ ലേറ്റായി, 7 മണി 7:30 ആയി. അപ്പം നമ്മൾ ട്രെയിനകത്ത് തന്നെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. ഇതാണ് പളനി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമ്മൾ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഇവിടെ ഓരോ അരമണിക്കൂർ ഇടവിട്ട് പ്രൈവറ്റ് ബസ്സുണ്ട്. അപ്പോൾ നമുക്ക് ലഗേജൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഓട്ടോ വിളിച്ചു. അപ്പോൾ ഈ ഓട്ടോ വിളിച്ച് പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു പല റേറ്റ് പറയാം. നമ്മളിപ്പം വിലയൊക്കെ തിരക്കിയിട്ട് കയറുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ അടിവാരത്തേക്കുള്ള യാത്രയിലാണ്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ദൂരമുണ്ട് അടിവാരത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഇതാണ് ദണ്ഡപാണി നിലയം. ഇവിടെയാണ് ഏറ്റവും വില കുറച്ച് നമുക്ക് റൂം എടുക്കാൻ പറ്റുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പം റൂം ഇല്ലായിരുന്നു. സെക്യൂരിറ്റി പറഞ്ഞെല്ലാം ഫില്ലായിരുന്നു. പക്ഷേ കുറേ ആൾക്കാർ പറഞ്ഞത് ട്രെയിൻ വരുന്ന ടൈമിൽ സെക്യൂരിറ്റിമാർ ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അവൈലബിൾ ആയിട്ട് റൂം തരാത്തയാണെന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മളടുത്ത് വേറൊരു ലോഡ്ജിൽ പോയി റൂം എടുത്തു. അതിന് 700 രൂപയായി. അത്ര വൃത്തിയൊന്നുമുള്ളതല്ല, അത് ഈ ഓട്ടോക്കാരൻ കൊണ്ടുപോയതാണ്. പിന്നെ നമ്മളിവിടുന്ന് റൂമെല്ലാം എടുത്തു, എല്ലാം ലഗേജെല്ലാം വെച്ച ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ അടുത്ത് ശരവണ ഭവൻ ഹോട്ടലുണ്ട്. അവിടെ അത്യാവശ്യം നല്ല ഫുഡാണ്, നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു പൂരിയും കറിയൊക്കെ വാങ്ങി കഴിച്ചു. തിരിച്ച് നമ്മൾ ദണ്ഡപാണി നിലയത്തിൽ എത്തി ചോദിച്ചപ്പോൾ അപ്പോൾ സെക്യൂരിറ്റി ഒന്നുമില്ല, വണ്ടിയെല്ലാം കയറി പോകുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ പറ്റിയത്. ഇപ്പോഴെന്തോ നിർബന്ധിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പളനിയിലേക്ക് പോകുന്നത്. ആ മുകളിൽ കാണുന്നതാണ് പളനി മല. നമുക്ക് ഇതിനകത്തോട്ട് ഇവിടെ ഒരുപാട് സൗജന്യ മുടിമുണ്ടല കേന്ദ്രവും ഒക്കെ ഉണ്ട്. അതുപോലെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാനും ലഗേജ് സൂക്ഷിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മൊബൈൽ മുകളിലോട്ട് കയറ്റി വിടത്തില്ല, കുറച്ച് ആൾക്കാർ കയറ്റുന്നുണ്ട്. അതിന് അവിടുത്തെ കച്ചവടക്കാരെ മറ്റും ആയിരിക്കുമെന്ന് കരുതുന്നു. ഇതാണ് നമ്മൾ പളനിയിൽ സ്റ്റെപ്പിലോട്ട് പോകുന്ന വഴി. ഇവിടെ വഴിയിൽ കാണാൻ പറ്റും ഒരുപാട് നമ്മുടെ കൊണ്ടുവരുന്ന ലഗേജൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ റൂമൊന്നും എടുക്കാത്തവരാണെങ്കിൽ കുറച്ച് ലഗേജ് ഉള്ളെങ്കിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് നമുക്ക് കയറി തൊഴുത് ഇറങ്ങി വീണ്ടും എടുത്തുകൊണ്ട് വരാം. ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഒരുപാടുണ്ട്. കുടിവെള്ളം എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മുകളിലോട്ട് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുന്ന വഴി നമുക്ക് മോരും വെള്ളവും അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങളൊക്കെ കിട്ടും ഫ്രീ ആയിട്ട്. നമ്മളിവിടെ മൊബൈലൊക്കെ സൂക്ഷിക്കാൻ കൊടുക്കുകയാണ്. 5 രൂപയാണ് ഒരു മൊബൈലിന്. ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് മൊബൈൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ക്ലോക്ക് റൂം. ഇവിടെ നമുക്ക് ബാഗൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാം. അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ പറ്റുന്ന, നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത
കുതിരവണ്ടി സവാരിയും ഒക്കെ. പിന്നെ തൊട്ടടുത്ത് തന്നെ SBIയുടെ ഒരു ATM ഉണ്ട്. അപ്പം നമ്മൾ കണ്ടതാണ് ഒരു തമിഴൻ ചക്ക വിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ചക്ക ഇവിടെ വലിയ വിലയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം ഇതാണ് പളനി മല. അങ്ങനെ നമ്മളെല്ലാം കറങ്ങി തിരിച്ച് ട്രെയിനിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഓട്ടോ വിളിച്ചു. തിരിച്ചു പോയപ്പം 150 രൂപയായി ഓട്ടോക്കൂലി.